വളരെ അന്വർത്ഥമാണ്. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇതുപോലെയൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നോ എന്ന് വരും തലമുറകൾ അത്ഭുതപ്പെടുമെന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞത് എത്ര ശരിയാണ്. ഗാന്ധിയെ പറ്റിയാണത് പറഞ്ഞത്. ഗാന്ധിജിയാണ് ചർക്കയെ നമുക്ക് പരിചയപ്പെടുത്തിയത്. ഗാന്ധിജി സ്വജീവിതം കൊണ്ട് ഈ ഭൂമുഖത്തെ ആകെ ആവേശം കൊള്ളിച്ച ഒരു മഹാവസന്തമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഗാന്ധി എന്ന് ഇതുവരെ രചിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിനും തൃപ്തികരമായി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. സുധാമേനോൻ അറിയാൻ, ഞാൻ ഗുജറാത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഗുജറാത്തിൽ ചെന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും AICCയുടെ ഭാരവാഹിയായിരുന്ന കാലത്ത് പോയതിനു ശേഷം 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ പോയത്. ഞാൻ ആദ്യം പോയത് സബർമതിയിലാണ്. സബർമതിയിൽ അവിടുത്തെ ഭാരവാഹികൾ സ്വീകരിച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോയപ്പോൾ അവരെന്നെ ആദ്യം ഇരുത്തിയത് ഗാന്ധിജി നൂൽ നൂറ്റ ചർക്ക അവിടെ ഇരുന്നു കൊണ്ട് അത് നൂൽക്കാൻ വേണ്ടിയാണ് എന്നോട് പറഞ്ഞത്. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്നാണ് ആ സംഭവം. മലയാളിയായ എൻ്റെ നാട്ടുകാരൻ കൂടിയായ ഒരാളാണ് അവിടുത്തെ ലൈബ്രറിയുടെ ചുമതലയുള്ളയാൾ. അദ്ദേഹം എന്നെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, മഹാത്മാഗാന്ധിയെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഓരോ ദിവസവും 10-ലേറെ പുസ്തകങ്ങൾ ഇവിടെ ആളുകൾ അയച്ചു തരികയാണ്. ഒരുപക്ഷെ ലോകത്ത് ഇതുപോലൊരു മനുഷ്യനെ പറ്റി ഇത്രയും പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. സബർമതിയിലെ ലൈബ്രറിയിൽ വെച്ച് എന്നോട് ആ പുസ്തകങ്ങളുടെ കണക്കുകൾ അദ്ദേഹം കാണിച്ചു തരിക, ഓരോ ദിവസവും വരുന്ന പുസ്തകം. ഐൻസ്റ്റൈൻ പറഞ്ഞത് എത്ര ശരിയാണ്. വരും തലമുറകൾ അത്ഭുത പരതന്ത്രരായി നോക്കി നിൽക്കുന്ന ഒന്നായിരിക്കും ഗാന്ധി. അർത്ഥനഗ്നനായ ഫക്കീർ ലോകത്തെ മുഴുവൻ
ആരാണ് ഗാന്ധി? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നും ലോകം തേടിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധനഗ്നനായ ഫക്കീർ മഹാത്മാഗാന്ധി ലോകത്തെ ഇന്നും ആവേശം കൊള്ളിക്കുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്നും പ്രേരണയായി നമുക്ക് മാറുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്ദേശമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണെന്ന് തലമുറകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ചർക്കയ്ക്ക് എത്ര വലിയ ശക്തിയാണ് ഉണ്ടായിരുന്നത്. ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയെ അധികാരത്തിൽ നിന്ന് മാറ്റാനും ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടി കൊടുക്കാനും കഴിഞ്ഞ ഒരു ബിംബമാണ്, ഒരടയാളമാണ്, ഒരു സന്ദേശമാണ് ഈ ചർക്ക. ഇന്ന് ഗാന്ധിക്ക് നേരെ ദിവസവും നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ ജനുവരി 30 പ്രാർത്ഥനാ വേളയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തേക്ക് നാഥൂറാം ഗോഡ്സെ 3 വെടിയുണ്ടകൾ പായിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെങ്കിൽ ഇന്ന് ദിവസവും ഗാന്ധിയെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗാന്ധിസത്തെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശബ്ദിക്കാൻ, അതിനെതിരെ നാവ് ഉയർത്താൻ, അതിനെതിരെ പോരാടാൻ പുതിയ തലമുറയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഫ്രഞ്ച് സാഹിത്യകാരൻ കൊർണാഡോ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു പുസ്തകം വായിച്ചു. വൈ ഐ കിൽഡ് ഗാന്ധി. ഞാൻ എന്തിനാണ് ഗാന്ധിയെ കൊന്നത് എന്ന പുസ്തകമാണ്. ആ ഡച്ച് സാഹിത്യകാരൻ അവലംബിച്ചിരിക്കുന്ന പ്രമേയം നാഥൂറാം ഗോഡ്സെ ഏറ്റവും അവസാനം പൂനെയിലെ ഹൈക്കോടതിയിൽ കൊടുത്ത തന്റെ അഫിഡവിറ്റാണ്. ആ പുസ്തകം നിങ്ങൾ വായിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ നാഥൂറാം ഗോഡ്സെ പറയുന്നു, ഞാൻ എന്തിനാണ് ഗാന്ധിയെ കൊന്നത്? ഗാന്ധി ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഹിന്ദുക്കൾക്ക് രാജ്യത്ത് രക്ഷയുണ്ടാകുമായിരുന്നില്ല. ഗാന്ധി ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഇന്ത്യക്കായിരുന്നില്ല നേട്ടം, പാകിസ്ഥാനാകുമായിരുന്നു. ശരിയാണ്, ഗാന്ധി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനിലാണ്. മതേതരത്വത്തിന്റെ ഉജ്ജ്വല പ്രതീകമായ ഗാന്ധിയെ നാഥൂറാം ഗോഡ്സെ കൊന്നതിൽ അദ്ദേഹത്തിന് യാതൊരു പശ്ചാത്താപവുമില്ല. താൻ ചെയ്തത് ശരിയാണ് എന്ന് പറയുന്ന അവസാനത്തെ അഫിഡവിറ്റ്, കോടതിയിൽ കൊടുത്ത അവസാനത്തെ അഫിഡവിറ്റിലെ ആ വാചകങ്ങളെ അധിഷ്ഠാനമാക്കിയാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. വൈ ഐ കിൽഡ് ഗാന്ധി. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഗാന്ധി ജീവിച്ചിരിക്കാതിരിക്കേണ്ടത്, ഗാന്ധി വധിക്കപ്പെടേണ്ടത് രാജ്യത്തെ ഫാസിസ്റ്റുകളുടെയും മത സാമുദായിക ശക്തികളുടെയും ആവശ്യമായിരുന്നു. അവർക്കറിയാമായിരുന്നു ഗാന്ധി ജീവിച്ചാൽ അവരുടെ തത്വശാസ്ത്രത്തിനും ആശയങ്ങൾക്കും പ്രസക്തിയില്ല എന്ന്. RSSന്റെയും BJPയുടെയും ആശയം തദ്ദേശീയമല്ല, അത് കടമെടുത്തതാണ്. അത് ജർമ്മനിയിൽ നിന്ന് ഹിറ്റ്ലറുടെയും അവരുടെ പരമ്പരകളുടെയും കയ്യിൽ നിന്ന് കടമെടുത്ത ആശയം തന്നെയാണ്. ആ ആശയത്തിന് ഭാരതത്തിന്റെ മണ്ണിൽ വേര് പിടിക്കാൻ കഴിയാതെ പോയത് ഗാന്ധി എന്ന മഹാമനുഷ്യന്റെ സാന്നിധ്യവും ശക്തിയുമാണ് എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഗാന്ധിയെ കൊന്നത്. 3 തവണ ഗാന്ധിയെ കൊല്ലാൻ പരിപാടിയിട്ടു. അവസാനമാണ് ഗോഡ്സെ വിജയിക്കുന്നത്. ഗോഡ്സെയുടെ ആ വിജയത്തോടെ തകർന്നു പോയതും തോറ്റുപോയതും നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ജനതയാണ്. വൈ ഐ കിൽഡ് ഗാന്ധി എന്ന പുസ്തകത്തിൽ ഗാന്ധി എന്തെല്ലാമാണ് ഹിന്ദു സമൂഹത്തിന് ചെയ്തത് എന്നുള്ള കുറ്റാരോപണമാണ് നടത്തുന്നത്. അങ്ങനെ നടത്തി ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റ് ഫോഴ്സസ്
രാജ്യത്ത് വളരാനുള്ള അടിത്തറയിട്ടത് അവിടെ നിന്നാണ്. ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഞാൻ കാണുമ്പോൾ ഗോഡ്സെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് ബോധ്യപ്പെടുന്നു. ഇന്ന് നരേന്ദ്രമോദി ചെയ്യുന്ന ഓരോ കാര്യവും ഗോഡ്സെയുടെ അവസാനത്തെ അഫിഡവിറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്നതാണ് സത്യം. ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഭാരതത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം, ഭാരതത്തിൽ എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലവും സംസ്കാരവുമാണ് നമുക്കുള്ളത്. ഭാരതം എന്ന ഈ രാജ്യം 100 വർഷം ഭരിച്ചത് മുഗൾ രാജാക്കന്മാരായിരുന്നു. അവർ മുസ്ലിം മതം പിന്തുടർന്ന ആളുകളായിരുന്നു. പക്ഷേ അവരൊരിക്കലും ഇന്ത്യയെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചില്ല. അത് കഴിഞ്ഞ് ഇന്ത്യ ഭരിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ബ്രിട്ടീഷുകാരായിരുന്നു. അവർ ക്രൈസ്തവ മതമാണ് ഫോളോ ചെയ്തത്. അവർ ഒരിക്കലും ഇന്ത്യയെ ഒരു ക്രൈസ്തവ രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചില്ല. പിന്നെയാണോ ഈ നരേന്ദ്രമോദിക്ക് ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുന്നത്? നമ്മുടെ സംസ്കാരം അതല്ല. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം എല്ലാ മതങ്ങളുടെയും നന്മകളെ സ്വീകരിക്കുന്ന സംസ്കാരമാണ്. എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ശക്തി പ്രാപിക്കുന്ന സമൂഹമായി ഭാരതം മാറി എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം. ഗാന്ധി ഒരിക്കലും ഭീരുവായിരുന്നില്ല. സത്യമായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. ആ സത്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്. അത് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം, ഒരു വ്യക്തി ഇതുപോലെ തന്റെ സ്വന്തം ജീവിതം ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയിട്ടുണ്ടോ എന്ന്. ഗാന്ധി പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ ശബ്ദം ജവഹർലാലിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. കോൺഗ്രസിനകത്ത് 2 പേരാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പേരുണ്ടായിരുന്നത്, നെഹ്റുവും വല്ലഭായ് പട്ടേലും. നെഹ്റുവിന്റെ ഈ വാക്കുകളോടെ അവിടുത്തെ ആ അധ്യായം അവസാനിച്ചു. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായി വല്ലഭായ് പട്ടേൽ വന്നു. 2 പേരും ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട്. ഇന്ന് നെഹ്റുവിനെ തമസ്കരിക്കാനും വല്ലഭായ് പട്ടേലിനെ ഉയർത്തിക്കാണിക്കാനും ശ്രമിക്കുന്നു. വല്ലഭായ് പട്ടേൽ 45 വർഷക്കാലം ഗുജറാത്ത് PCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ, ഏറ്റവും മുന്നിൽ നിന്ന് നെഹ്റു കഴിഞ്ഞാൽ അടുത്ത നേതാവായിരുന്നു. ഗാന്ധി വധത്തിന് ശേഷം RSSനെ നിരോധിച്ചത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വല്ലഭായ് പട്ടേലാണ് എന്നുള്ള ചരിത്രം പോലും തമസ്കരിക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. ഗാന്ധി വധത്തിന് ശേഷം വല്ലഭായ് പട്ടേൽ നടത്തിയ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും അദ്ദേഹം എവിടെ നിന്നിരുന്നുവെന്ന്. ഗാന്ധി വധത്തിന് ശേഷം നെഹ്റുവും പട്ടേലും ഒരുമിച്ച്, നിങ്ങൾ വായിക്കണം ഒരു പുസ്തകം, ദി പട്ടേൽ എന്ന് പറയുന്ന രാജ്മോഹൻ ഗാന്ധി എല്ലാ വിവരണങ്ങളും ചരിത്ര വസ്തുതകളും ഉയർത്തിക്കാണിച്ചുകൊണ്ട് എഴുതിയൊരു പുസ്തകമാണ്. ഞാൻ സുധാമേനോനോട് അത് പറഞ്ഞ ആ പുസ്തകത്തെ ഞാൻ സബർമതി ആശ്രമത്തിൽ നിന്ന് വാങ്ങിച്ച പുസ്തകമാണ്. ദി പട്ടേൽ രാജ്മോഹൻ ഗാന്ധി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിലൂടെയാണ് ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ, ചരിത്രം മുഴുവൻ അതിനകത്ത് വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന മറ്റൊരു പുസ്തകമാണ് മഹാനായ അബ്ദുൽ കലാം ആസാദ് എഴുതിയ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം. ഈ 2 പുസ്തകം കൂടി ചേർത്ത് വായിച്ചാൽ ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ താൻ മരിച്ച് 15 വർഷങ്ങൾക്ക് ശേഷമേ പ്രസിദ്ധീകരിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ കലാം ആസാദ് കൽക്കട്ടയിലെ ലൈബ്രറിയിൽ താഴിട്ട് പൂട്ടി വെച്ചിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്താണ് ഇറക്കിയത്. പിന്നീടാണ് അത് പുറത്തു വന്നത്. അത് വല്ലഭായ് പട്ടേലിനോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പുകളായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഗാന്ധി തെരഞ്ഞെടുത്തത് അവിടെ നെഹ്റുവിനെയാണ്. എന്തുകൊണ്ട്?
നെഹ്റു ആയിരിക്കും അടുത്ത ഇന്ത്യയുടെ ഭാവി ഭാരതത്തെ നിയന്ത്രിക്കാനും നേതൃത്വം കൊടുക്കാനും കഴിയുന്ന നേതാവെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. കറതീർന്ന മതേതരവാദിയായ നെഹ്റു ഉയർന്ന ചിന്തയും ആശയങ്ങളുമുള്ള നെഹ്റു, ഫാസിസത്തിനെതിരായി ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്ന നെഹ്റു ഒരിക്കൽ അദ്ദേഹത്തിന് യൂറോപ്യൻ സന്ദർശന വേളയിൽ മുസോളിനി അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. മുസോളിനി അന്ന് യൂറോപ്പിന്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളുള്ള ഒരാളായിരുന്നു. നെഹ്റു അത് ആ ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഒരു ഫാസിസ്റ്റിനെയും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്ത് ആര് പറയും അത്? നെഹ്റു അല്ലാതെ മറ്റാർക്കത് പറയാൻ കഴിയും? ഹിറ്റ്ലറെയും മുസോളിനിയെയും കാണാൻ വിസമ്മതിച്ച ലോകത്തെ ഏക നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഗാന്ധിജിയുടെ ചോയ്സ് എത്ര കറക്റ്റ് ആയിരുന്നു. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച നെഹ്റുവിനെ തെരഞ്ഞെടുത്തത് എത്ര ശരിയായിരുന്നു. നെഹ്റുവിനെ ഇന്ന് തമസ്കരിക്കാൻ ശ്രമിക്കുന്നു, അതവിടെ നിൽക്കട്ടെ. നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? സ്വന്തം ഗവൺമെന്റിനെ പറ്റി മറ്റൊരു പേരിൽ പത്രങ്ങളിൽ വിമർശനാത്മകമായി എഴുതിയ ഉന്നതമായ ജനാധിപത്യ ബോധമുണ്ടായിരുന്ന നേതാവായിരുന്നു. ആരെങ്കിലും അങ്ങനെ എഴുതുമോ? സ്വന്തം ഗവൺമെന്റിനെ പറ്റി, ആ ഗവൺമെന്റ് തെറ്റുകളെ പറ്റി വേറൊരു പേരിൽ പത്രങ്ങളിൽ ലേഖനം എഴുതിയ ആളായിരുന്നു നെഹ്റു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ജനാധിപത്യത്തിൽ ശാക്തീകരിക്കപ്പെടുന്നത് ഡിസന്റ് ഉണ്ടാകുമ്പോഴാണ്, വിമർശനം ഉണ്ടാകുമ്പോഴാണ്. ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ വിമർശിക്കുമ്പോൾ വിമർശിക്കുന്നവരുടെ വായടച്ചു പൂട്ടാനാണ് ശ്രമിക്കുന്നത്. നെഹ്റുവിനെ പറ്റി വിമർശനാത്മകമായ കാർട്ടൂൺ വരയ്ക്കുന്ന കാർട്ടൂണിസ്റ്റ് ശങ്കറെ വിളിച്ചു വരുത്തി പ്രഭാത ഭക്ഷണം കൊടുത്ത് കെട്ടിപ്പിടിക്കുന്ന നെഹ്റു ഇന്നത്തെ ഭരണാധികാരികളുടെ ഒരു മാതൃകയാകണം. സ്വന്തം ഗവൺമെന്റിനെതിരായി സംസാരിക്കുന്ന, സ്വന്തം ഗവൺമെന്റിനെതിരെ സ്വന്തം മരുമകൻ ഫിറോസ് ഗാന്ധി ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ അഴിമതി ആരോപണം, മുന്ദ്ര അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ പലരും പറഞ്ഞു ഇയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. നെഹ്റു അത് അനുവദിച്ചില്ല. ആരോപണം ശരിയാണോ എന്ന് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ വെച്ച നെഹ്റു ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയാണ്. ആർക്ക് ചെയ്യാൻ കഴിയും? കോൺഗ്രസ് ബെഞ്ചിൽ നിന്നുകൊണ്ടാണ് ഫിറോസ് ഗാന്ധി നെഹ്റുവിന്റെ മുഖത്ത് നോക്കി ടി കൃഷ്ണമാചാരിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട മുന്ദ്ര അഴിമതി കേസിനെ പറ്റി ആദ്യമായി സംസാരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനകത്തെന്നും ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അത് നെഹ്റുവാണ് വളർത്തിയത്. ഇന്റേണൽ ഡെമോക്രസിനെ പാർട്ടി, ഉൾപാർട്ടി ജനാധിപത്യം കോൺഗ്രസിൽ വളർത്തിയെടുത്തത് നെഹ്റുവാണ്. നെഹ്റു അതിന് വിശ്വസിച്ചിരുന്നു. പാർട്ടിയിൽ അഭിപ്രായങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ ചർച്ച. നെഹ്റു മാത്രമല്ല, ഗാന്ധി സംസാരിക്കാൻ ഒത്തിരി സമയമെടുക്കും. ഒരു ചർച്ച നമുക്ക് വെക്കാൻ കേട്ടോ റിയാസ്. ഇപ്പൊ സമയമില്ലാതെ നമുക്ക് സർക്കാരുടെ പേരിൽ സമയം ഒരു ചർച്ച വെക്കണം. പറയാനാണെങ്കിൽ ഒത്തിരി പറയേണ്ടി വരും. നെഹ്റുവും അംബേദ്കറും തമ്മിലുള്ള നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണം. ഇന്ന് ലോകം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഭാശാലിയായ മനുഷ്യനാണ് ഡോക്ടർ അംബേദ്കർ. അംബേദ്കറും നെഹ്റുവും തമ്മിൽ വലിയ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗാന്ധി അംബേദ്കറെ പറഞ്ഞ് മനസ്സിലാക്കി, നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കാൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാൻ അതിനാണ് പ്രാമുഖ്യം. അംബേദ്കർ അംഗീകരിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം ഗാന്ധിയെയും അംബേദ്കറെയും തമ്മിലടിപ്പിക്കാൻ, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പൊ നെഹ്റു, സുധാമേനോൻ നെഹ്റുവിനെ പറ്റി എഴുതുന്ന ആളാണ്. നെഹ്റുവിന്റെ ചിന്തകൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇന്ന് ആ നെഹ്റുവിന്റെ ചിന്തകളെ പോലും ഇന്നത്തെ ഭരണകൂടത്തെയും ഭരണാധികാരികളെയും അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇന്നത്തെ ഭരണാധികാരികൾ കരുതുന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 2014 ആണ്.
1947 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് കരുതിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ചരിത്രത്തെ തമസ്കരിക്കുന്നു, ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, ചരിത്ര സത്യങ്ങളെ കുഴിച്ചു മൂടുന്നു, ഗാന്ധിയെ ഓരോ ദിവസവും കൊല്ലുന്നു, ഗോഡ്സെക്ക് വേണ്ടി അമ്പലങ്ങൾ പണിയുന്നു. ഇന്ന് ഈ നാട്ടിൽ ഗോഡ്സെക്ക് വേണ്ടി വലിയ തോതിലുള്ള വീരാരാധനകൾ നടക്കുന്നു. സവർക്കർ ഒക്കെ പറയേണ്ടി വന്ന ഒത്തിരി സമയമെടുക്കും. സവർക്കർ മാപ്പ് എഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്നയാളാണ്. സവർക്കറുടെ ആശയമാണ് മോഡിയുടെ ആശയം. സവർക്കറുടെ ആശയങ്ങളാണ് നാഥുറാം ഗോഡ്സെയുടെ ആശയം. ആ ഗോഡ്സെയുടെ ആശയങ്ങളാണ് ഇന്ന് നരേന്ദ്രമോദിയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നെഹ്റു പറഞ്ഞു, മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. എത്ര പ്രസക്തമായ കാര്യമാണ്. സോമനാഥ ക്ഷേത്രം ഗുജറാത്തിൽ വല്ലഭായ് പട്ടേൽ പണം പിരിച്ചുണ്ടാക്കിയ ക്ഷേത്രമാണ്. ശിവക്ഷേത്രം. കാരണം അത് തകർക്കപ്പെട്ട് മുഹമ്മദ് ഗസ്നി അല്ലേ, മുഹമ്മദ് ഗസ്നി തകർത്ത ശേഷം പിന്നീട് റീബിൽഡ് ചെയ്യുന്ന അദ്ദേഹമാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചപ്പോൾ നെഹ്റു പറഞ്ഞു, ശരിയല്ല, ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, കാരണം മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. അങ്ങനെ പറയാൻ കഴിഞ്ഞൊരു നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ന് നമ്മൾ കാണുന്നില്ലേ, അയോധ്യയിൽ രാമൻ നമ്മളെല്ലാവരും ആരാധിക്കുന്നതാണ്. ദൈവമായും രാജാവായും ഒക്കെ ഇന്ത്യയിലെ കോടാനുകോടി വന്ന ജനങ്ങൾ ആരാധിക്കുന്ന വ്യക്തിത്വമാണ് രാമൻ. രാമചരിതമാനസ് എന്ന തുളസീദാസിന്റെ ഏറ്റവും പ്രധാനമായ ഹിന്ദിയിലെ രാമായണമുണ്ട്. ആ രാമായണം വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ വാൽമീകി രാമായണം വായിക്കുന്നെങ്കിലും രാമചരിതമാനസ് എന്ന തുളസീദാസ് രചിച്ച രാമായണമാണ് പ്രാമാണിക ഗ്രന്ഥം. അതിനകത്ത് രാമനെ വർണ്ണിക്കുന്നു. രാമൻ മര്യാദാ പുരുഷോത്തമനാണ്. ലോകത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ യഥാർത്ഥ പ്രതിബിംബമായിട്ടാണ് രാമനെ അവതരിപ്പിക്കുന്നത്. സ്വന്തം ഭാര്യയെ പറ്റി വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേർ അപവാദം പറഞ്ഞപ്പോൾ ആ ഭാര്യയെ ഉപേക്ഷിക്കാൻ വന്ന രാജാവും ഭരണാധികാരിയും ആയിരുന്നു രാമൻ എന്നുള്ളത് ഒരു ചെറിയ ഉദാഹരണങ്ങൾ ഒന്ന് മാത്രമാണ്. ആ രാമൻ ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാ പുരുഷനാണ്. ദൈവമായി വടക്കേന്ത്യയിലും നമ്മളും ഒക്കെ ഇവിടെയും എല്ലാവരും ആരാധിക്കുന്നതാണ്. രാമന് ക്ഷേത്രമുണ്ടാകുന്നതിന് ആരും എതിരുമല്ല. സുപ്രീം കോടതി വിധി വരികയും ചെയ്തു. പക്ഷെ പണി പൂർത്തിയാക്കാത്ത രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുമ്പോൾ അത് രാഷ്ട്രീയമാണ്. അവിടെ പ്രതിഷ്ഠിക്കുന്ന രാമൻ രാഷ്ട്രീയ രാമനാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് പ്രധാനമന്ത്രിയല്ല. ഒരു വിഗ്രഹം എന്ന് പറയുന്ന കല്ലാണ്. ആ വിഗ്രഹത്തിന് ശക്തി കൊടുക്കുന്നത് പ്രാണപ്രതിഷ്ഠയിലൂടെയാണ്. അതിന് അനുഷ്ഠാനങ്ങളുണ്ട്. അതാണ് 4 ശങ്കരാചാര്യന്മാർ അവിടെ പോകണ്ടെന്ന് തീരുമാനിച്ചത്. ഇപ്പൊ രാമക്ഷേത്രം പൂർത്തീകരിച്ചാൽ എല്ലാവർക്കും പോകാം അവിടെ. ആരാണ് ഇവിടെ പള്ളിയിൽ പോകുന്നതിനോ അമ്പലത്തിൽ പോകുന്നതിനോ ക്രൈസ്തവ ദേവാലയത്തിൽ മുസ്ലിം ദേവാലയത്തിൽ ആരെങ്കിലും ഇവിടെ എതിര് നിൽക്കുന്നുണ്ടോ? ആരും എതിര് നിൽക്കുന്നില്ല. പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പണി പൂർത്തിയാക്കാത്ത രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യന്മാർ അവരെ പോലും പങ്കെടുപ്പിക്കാതെ നടത്തുന്ന ഇതിന്റെ ഉദ്ഘാടനം എന്തിനു വേണ്ടി? അവിടെയാണ് ഞാൻ നെഹ്റു സോമനാഥ ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത്. മനുഷ്യരുടെ മനസ്സിലെ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഭക്തി ഈസ് ദ സാൽവേഷൻ ഓഫ് ദ മൈൻഡ്. ആത്മാവിന്റെ സാൽവേഷനാണ് ഭക്തി എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയത്തിൽ ഭക്തി ഉണ്ടാകുമ്പോൾ അവിടെയാണ് ഏകാധിപതികളെ സൃഷ്ടിക്കപ്പെടുന്നത്.
യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ സാൽവേഷനാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരോട് ഭക്തി കാണിക്കുമ്പോൾ നമ്മൾ ഡിക്റ്റേറ്റർമാരെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. MD പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്ന് ഡൽഹിയിലും തിരുവനന്തപുരത്തും നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരോടുള്ള അമിതമായ ഭക്തി കാട്ടി അവരെ ഡിക്റ്റേറ്റർമാരാക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അധികാരം ദുഷിപ്പിക്കും. പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. മനുഷ്യന് അധികാരം ഉണ്ടാകണം, പക്ഷെ അധികാരം നമ്മളെ ദുഷിപ്പിക്കുന്നു. കൂടുതൽ അധികാരം കിട്ടിയാൽ നമ്മളെ കൂടുതൽ ദുഷിപ്പിക്കുന്നു. ഏകാധിപതികൾ, ചരിത്രം പരിശോധിക്കട്ടെ. ഏകാധിപതികളെ ജനങ്ങൾ ഭയപ്പെടും, ഏകാധിപതികളെ ജനങ്ങൾ ആരാധിക്കും. പക്ഷേ അവരുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് എന്ന് ചരിത്രങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് കിട്ടിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അടക്കി ഭരിക്കുകയും അവരെ നിശബ്ദരാക്കുകയും അവർക്കെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കാനും തയ്യാറാവുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ ഇവിടെ നിൽക്കുന്നു. 158 MPമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെന്റിൽ CRPC, IPC എന്നീ 2 നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന 2 നിയമങ്ങൾ പാസാക്കാൻ മടിക്കാത്ത ഏകാധിപതികൾ, അവരുടെ സ്ഥാനം ഒരു സംശയം വേണ്ട, their place will be in dustbin of history എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അത് തിരുവനന്തപുരത്തായാലും ഡൽഹിയിലായാലും ഈ ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടമാണ് നമുക്ക് ശക്തിപ്പെടുത്തുന്നത്. രാജസദസ്സുകളിൽ വിദൂഷകന്മാർ പണ്ടുണ്ടായിരുന്നു. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം എന്ന് പറയുന്ന, അവർക്ക് വെഞ്ചാമരം വീശുന്ന രാജസദസ്സുകളിലെ വിദൂഷകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇന്ന് അത്തരം ആളുകളുടെ കാലമാണ് കേരളത്തിൽ പോലും. 100% സാക്ഷരതയുള്ള കേരളം, വിവേകത്തോട് പ്രവർത്തിക്കാൻ കഴിയുന്ന ജനങ്ങളുള്ള കേരളത്തിൽ ദൈവത്തിന്റെ വരദാനമാണ് നമ്മുടെ രാജാവ് എന്ന് പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം മാറിയതിനെ നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? കാലം കാത്തുവെച്ച നിധിയാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് എതിർക്കണ്ടേ? പറയുന്നവർക്ക് ഒരു പക്ഷേ തുറമുഖ വകുപ്പ് കിട്ടിക്കാണും, പക്ഷേ അത് കേൾക്കുന്ന ജനങ്ങൾക്ക് അതൊരിക്കലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? സൂര്യനും ചന്ദ്രനും ഒക്കെ മിത്താണെന്ന് ഒരു കാലത്ത് വിശ്വസിച്ചവർ നിന്ന് രാജാവിനെ സൂര്യനായി വാഴ്ത്തുന്നു. സെൽഫി എടുക്കാൻ അതുകൊണ്ടായിരിക്കും കുട്ടികളെ അനുവദിക്കാത്തത്. സൂര്യന്റെ അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകുമെന്നുള്ള രാജാവ്. ഏത് ലോകത്താണ് നാം ജീവിക്കുന്നത്? തുടർഭരണം കിട്ടുന്നതുമെല്ലാം ഇത്തരം വലിയ അപജയങ്ങളിലേക്ക് എത്തുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികൾക്കുണ്ടായ അനുഭവം ഇവർ ഓർക്കണം. സോവിയറ്റ് യൂണിയനിൽ പെരിസ്ട്രോയ്ക്കും ഗ്ലാസ്നോസ്റ്റിലൂടെയും ആ രാജ്യം ചിന്നിച്ചെതറിയത് ഇവർ ഓർക്കണം. ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കട്ടെ. ജനങ്ങൾ എങ്ങനെയാണ് ഏകാധിപതികളോട് പെരുമാറിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കട്ടെ. അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നെഹ്റു ലോകം കണ്ട ഏറ്റവും വലിയ ഡെമോക്രാറ്റ്. ഇന്ത്യക്ക് പാർലമെന്ററി ജനാധിപത്യം നൽകിയത് നെഹ്റുവാണ്. ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണമെന്ന് ശക്തമായി ഉയർത്തിപ്പിടിച്ചത് നെഹ്റുവാണ്. ഒരു ചേരിയിലും പെടാതെ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളുടെ ശബ്ദമായി, വികാരമായി, ആവേശമായി ചേരിചേരാ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത് അവർക്ക് ശക്തി പകർന്ന നെഹ്റുവാണ്. ആ നെഹ്റു ആര് വിചാരിച്ചാലും തകർക്കപ്പെടാത്ത ഒരു സത്യമായി എന്ന് നിലകൊള്ളും എന്ന് മാത്രം പറഞ്ഞു. ആ നെഹ്റുവിന്റെ ആശയങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക്, ചുണ്ടുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന സുധാമേനോനെ, ഫാസിസത്തിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന സുധാമേനോനെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു.
ഞാൻ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്.